ബിസ്മില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. വിശുദ്ധ ഖുർആനിൻ്റെ മാസമായ തൗബയുടെ മാസമായ റമദാനിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. എത്രയും വേഗം റമദാൻ കടന്നുപോയിക്കൊണ്ടിരിക്കും. റമദാനിൻ്റെ സമയങ്ങൾ പൂർണ്ണമായും നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമദാനായി ഈ റമദാൻ മാറണം എന്ന നിയത്തോടുകൂടി എല്ലാ സൽക്കർമ്മങ്ങളും വളരെ ആവേശപൂർവ്വം പ്രവർത്തിക്കുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇന്നിവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ എടുത്തിരിക്കുന്ന വിഷയം ഖുർആൻ, പരിവർത്തനം ഖുർആനിലൂടെ അന്നും ഇന്നും എന്നുള്ളതാണ്. എന്താ പരിവർത്തനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ പരിവർത്തനം എന്നുള്ളതിൻ്റെ അർത്ഥം പറയാം? മാറ്റം. വെരി ഗുഡ്. മാറ്റം ഖുർആനിലൂടെ എന്ന് പറയുമ്പോൾ നമ്മൾ ഖുർആൻ ചെറുപ്പം മുതലേ വായിച്ച് പഠിച്ച ആളുകളാണ്, മദ്രസയിൽ പോയി ഓതിയ ആളുകളാണ്, വർഷങ്ങളോളായിട്ട് ഖുർആൻ ഓതാറുണ്ട്, ഖുർആൻ ഖത്തമുകൾ പലതും തീർത്തവരാണ്, തഫ്സീറുകൾ പലതും വായിക്കുന്ന ആളുകളാണ്. ചിലരെങ്കിലും ഇവിടുത്തെ നടക്കുന്ന ഖുർആൻ ക്ലാസ്സുകളിൽ, ഇവിടെ 3 ഖുർആൻ ക്ലാസ്സിൽ നടക്കും, 2 ഇവിടെ നടക്കുന്നുണ്ട്. ഓൺലൈനിലായിട്ട് ഡെയിലി ഖുർആൻ ക്ലാസ് നടത്തുന്ന ഒരു ഏരിയയും കൂടിയാണ് ജഹറ. ഒരുപാട് നൂറുകണക്കിന് ആളുകൾ ദിവസങ്ങൾ പങ്കെടുക്കുന്ന ഒരു ക്ലാസ്സൊക്കെ. അപ്പം ഇതുപോലെ ഓൺലൈനിൽ പങ്കെടുക്കുന്ന ആളുകൾ ഉണ്ടാവും. സത്യത്തിൽ നമ്മൾ ചില ചോദ്യങ്ങൾ, നമ്മളെപ്പോഴും ഇങ്ങനെ ക്ലാസ്സുകൾ കേൾക്കുന്ന ആളുകളാണല്ലോ, അപ്പം ചില ചോദ്യങ്ങൾ നമുക്ക് നേരെ ഇങ്ങനെ വരും അല്ലേ? നാളെ പല ചോദ്യങ്ങളും അള്ളാഹുവിൻ്റെ മുൻപിൽ ഫേസ് ചെയ്യേണ്ട ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വലിയൊരു വചനമുണ്ട് അല്ലേ? നിങ്ങൾ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കണം, നിങ്ങൾ ചോദിക്കപ്പെടുന്നതിന് മുൻപ് നിങ്ങൾ സ്വയം ചോദ്യങ്ങൾ ഉന്നയിക്കണം എന്ന് പറഞ്ഞ പോലെ ഞാൻ ചോദിക്കട്ടെ, ഖുർആൻ നമ്മൾ കുറെ കാലമായിട്ട് പഠിക്കുന്നു, നമ്മളിൽ ഖുർആൻ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ? നമ്മളിൽ ആരെങ്കിലും ഖുർആൻ മാറ്റിയിട്ടുണ്ടോ? നമ്മളെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. വെരി ഗുഡ്. വളരെ സിൻസിയർ ആയിട്ടൊരു ഉത്തരാണ്. അത് ആലോചിച്ചിട്ടില്ല. അങ്ങനെ ഒരു മാറ്റം ഇന്ന് ഖുർആൻ ഉണ്ടാക്കിയിട്ടുണ്ടോ നമ്മൾ ആലോചിച്ചിട്ടില്ല. സത്യത്തിൽ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അങ്ങനത്തെ ചില മാറ്റങ്ങൾ ഉണ്ടാക്കിയതാണ്. ഖുർആൻ ഒരു കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം എപ്പോഴും നമ്മളിങ്ങനെ ഒരു ഇസ്ലാമികമായ ക്ലാസ്സും ഖുർആനെ കുറിച്ചെല്ലാം ആകുമ്പോൾ നമ്മളെപ്പോഴും ഇസ്ലാമിക ഒരു പെർസ്പെക്റ്റീവിൽ നിന്നിട്ടായിരിക്കും നമ്മൾ സംസാരിക്കുക. ഇസ്ലാമികമായ ഒരു ഫുഡ് ഒരു ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് അതിൽ നിന്ന് കുറച്ചൊന്ന് അല്പം മാറി നിന്ന് നോക്കുക. എന്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങി വരുമ്പോൾ ആ സമൂഹം? നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ കേട്ടിട്ടുണ്ടാവും. ജാഹിലിയത്ത് എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്ന അല്ലെ, ജാഹിലിയത്ത് ആ ഒരു കാലഘട്ടത്തിൽ, അതായത് ഒരു ഇരുണ്ട യുഗം. ഇപ്പം കോളനിവൽക്കരണം നമ്മൾ പൊതുവെ കേട്ടിട്ടുണ്ടാവും അല്ലെ? ബ്രിട്ടീഷുകാരുടെ എല്ലാം കോളനി ആയിരുന്നു നമ്മുടെ ഇന്ത്യ. ആ കോളനിവൽക്കരണം നടക്കാത്ത ലോകത്തെ പ്രദേശങ്ങളിലൊന്നായിരുന്നു സൗദി അറേബ്യ, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന അറേബ്യ എന്ന് നമുക്ക് പറയാം. അറേബ്യൻ പെനിൻസുല എന്ന് പറയാം, ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് ഭാഗം. അവർ ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നില്ല. അപ്പൊ അലക്സാണ്ടർ ചക്രവർത്തിയുടെ എല്ലാം ലോകം കീഴടക്കി ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും അവരാരും എന്തായിട്ടില്ല, ഈ അറേബ്യയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അത്രയും ഇരുണ്ട കാലഘട്ടത്തിൽ അത്രയും ഇരുണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതായത് അവരെ കുറിച്ച് പറയുന്നത് ഒട്ടകത്തിന്റെ കയറിന് വേണ്ടി പതിറ്റാണ്ടുകളോളം യുദ്ധം ചെയ്ത ഗോത്രങ്ങൾ അന്ന് അറേബ്യയിൽ ഉണ്ടായിരുന്നു എന്നാണ്. പതിറ്റാണ്ടുകളുള്ള ഒരു നിസാരമായ കാര്യങ്ങൾക്ക് പതിറ്റാണ്ടുകളോളം യുദ്ധം ചെയ്യുന്ന ഗോത്രങ്ങൾ അന്ന് അറേബ്യയിൽ ഉണ്ടായിരുന്നു. അറേബ്യയിലെ മദ്യത്തിന്റെ ആസക്തിയെ കുറിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. ഒരു കവി, അദ്ദേഹത്തിന്റെ വളരെ കാലഘട്ടത്തിലെ വളരെ ഫേമസ് ആയ ഒരു കവിത എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞു അത്രേ, ഞാൻ മരണപ്പെട്ടാൽ എന്നെ മുന്തിരിവള്ളിയുടെ ചുവട്ടിൽ കുഴിച്ചിടണമേ, അതിന്റെ മധു നുകർന്നെങ്കിലും എനിക്കിനിയുള്ള കാലം ജീവിച്ചു പോകാമല്ലോ എന്ന്. മരണപ്പെട്ടാൽ അത്രയേറെ മദ്യാസക്തി ഉണ്ടായിരുന്ന ഒരു സമൂഹം, അത്രയേറെ മദ്യത്തിൽ മുങ്ങി ജീവിച്ചു കൊണ്ടിരുന്ന സമൂഹം, സ്ത്രീകളെ കുറിച്ച് വെറും ഉപഭോഗ വസ്തുവായി മാത്രം കണ്ടിരുന്ന ഒരു സമൂഹം, ലോകത്തെ സ്ത്രീയെ ഏറ്റവും മോശമായി കണ്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണെന്നും
മൊത്തത്തിൽ എല്ലായിടത്തും, അറേബ്യയിൽ പ്രത്യേകിച്ചു. സത്യത്തിൽ മാറ്റം എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഇപ്പം നമ്മളെല്ലാം ഒരു എന്താ പറയുക, ഒരു അമുസ്ലിം ദാവാ രംഗത്ത് നിൽക്കുന്നവരെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഉണ്ടാക്കിയ മാറ്റം. ഇന്ന് ഇസ്ലാം ഏറ്റവും വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങളോടുള്ള മറ്റൊരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കട്ടു. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്ന ഒരുപാട് മതങ്ങൾ ലോകത്തുണ്ട്, ഒരുപാട് ദർശനങ്ങളുണ്ട്, ഒരുപാട് ഭൗതിക ഇസങ്ങളുണ്ട് ലോകത്ത്. ഭൗതികവും അല്ലാത്തതും മതപരവുമായിട്ടുള്ള ഒരുപാട് ഐഡിയോളജികൾ ലോകത്തുണ്ട്. ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്ന ഒരു ദർശനം ഏതാ? ഇസ്ലാമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് പൊതുവെ കേൾക്കാറുണ്ട്. മാത്രമല്ല, ഇന്ന് നാട്ടിലത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിനെ കുറിച്ചിട്ട് പിന്നെ ഒരു നെഗറ്റീവ് വേം പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അതൊരു മുസ്ലിം നാമധാരിയാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് സെലിബ്രിറ്റി ആവാം അല്ലേ? കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് ഡൽഹിയിൽ ഒരു സ്ത്രീ പോയി നിരാഹാരം കിടന്ന് നമ്മളെല്ലാം വായിച്ചത്. സത്യത്തിൽ ഇസ്ലാമിക ശരീഅത്ത് മാറ്റണം എന്നായിരുന്നു അവരുടെ ആവശ്യം. ഞാനൊരു മുസ്ലിമായി ജീവിക്കുന്നു, പക്ഷേ ഇസ്ലാമിക ശരീഅത്ത് മാറ്റണം എന്നുള്ള രീതിയിലാണ് അവരുടെ സത്യത്തിൽ വളരെ എന്താ പറയുക, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഓപ്ഷനിലാണ്. ഇന്ത്യയിലെ നിയമം വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അതെല്ലാം ശരീഅത്ത് പ്രകാരം വേണം അങ്ങനെ അല്ലെ? നമ്മളെല്ലാം വിവാഹം കഴിക്കുമ്പോൾ നമുക്ക് വേണം മഹല്ല് കമ്മിറ്റിയിൽ നമ്മൾ ശരീഅത്ത് പ്രകാരം പോവാ, രജിസ്റ്റർ ഓഫീസ് പോയി രജിസ്റ്റർ മാരേജും ചെയ്യാം. സ്വത്ത് ഭാഗം വെക്കുമ്പോഴും ഇതുപോലെ തന്നെ. ഇതൊക്കെ വളരെ സിമ്പിളാണ്. ഇത് ഞാൻ പറഞ്ഞത് ചില ഉദാഹരണങ്ങളാണ് അല്ലെ? ഒരു കണ്ണൂരുകാരൻ, ഒരു വക്കീല് കുറച്ച് മുമ്പ് തന്റെ ഭാര്യയെ 2 വിവാഹം കഴിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? അതിന്റെ കാരണം എന്തായിരുന്നു? തന്റെ സ്വത്ത് പിതാവിന് പോവരുത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിനോട് ഒരു ഇന്റർവ്യൂവിൽ ഒരു യൂട്യൂബർ ചോദിച്ചു പോലെ, നിങ്ങളെ ഏതുവരെ പഠിച്ചു? ഞാൻ LLB ആയിരുന്നു. നിങ്ങൾ ആരായിരുന്നു പഠിപ്പിച്ചത്? അത് പിതാവ്. അപ്പൊ ആ പിതാവിന് സ്വത്ത് പോവാതിരിക്കാനാണ് അദ്ദേഹം 2ാമത് ഒരു വിവാഹം കൂടെ കഴിച്ചത്. സത്യത്തിൽ ഇസ്ലാമിൽ അതിന്റെ ആവശ്യമില്ല. അയാൾക്ക് വിൽ പത്രം എന്ന് പറയുന്ന ഒരു സാധനം എഴുതി വെക്കാം. ഇന്ത്യയിൽ അങ്ങനെ അതിന് ഓപ്ഷൻ ഉണ്ട്. നേരത്തെ എഴുതി വെച്ച അയാളെ മക്കൾക്ക് കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെ സെലിബ്രിറ്റികളാവുന്നു പലരും. കോടിക്കണക്കിന് ഉറുപ്പ്യകൾ ചെലവാക്കിയിട്ട്, കോടിക്കണക്കിന് ഡോളറുകൾ ചെലവാക്കിയിട്ട് ഇസ്ലാമിക വിമർശനത്തിന് വേണ്ടി ഏജൻസികൾ ഉണ്ടാകുന്നു. നമ്മളെല്ലാം കാണുന്ന പല മീഡിയകളിലും ഉണ്ടാകുന്നു. ഇത്രയേറെ ഇസ്ലാമിനെ വിമർശിക്കപ്പെടുവാൻ എന്താണ് കാരണം? എന്തായിരിക്കും കാരണം? ആർക്കെങ്കിലും ഒന്ന് പറയാൻ കഴിയോ? എന്തെങ്കിലും? ഇസ്ലാമിന്റെ വളർച്ച, വേറെന്തെങ്കിലും? വെരി ഗുഡ്. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. ഇസ്ലാം പരിവർത്തനം ഉണ്ടാക്കി കളയും, ആളുകളുടെ മനസ്സിനെ മാറ്റിക്കളയും. ഇതാണ് പ്രശ്നം. ഇതുകൊണ്ടാണ് ഇസ്ലാമിന് ഇങ്ങനെ ഏറെ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ നോക്കുക, നാട്ടിലെ ഒരു വലിയ ഇപ്പം പുതിയ നവനാസ്തികർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, ഫ്രീ തിങ്കേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അവരുടെ എയിം എന്താണ്? അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന റിലീജിയൻ ഏതാണ്? ദർശനം ഏതാണ്? അത് ഇസ്ലാമാണ്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? ഇസ്ലാം പരിവർത്തനം ഉണ്ടാക്കും. എന്തുകൊണ്ട് പരിവർത്തനം ഉണ്ടാക്കുന്നു എന്നുള്ളതിന്റെ ഉത്തരമാണ് വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ കേൾക്കേണ്ടത്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് ദർശനങ്ങളെല്ലാം, മറ്റു മതദർശനങ്ങളാവട്ടെ, ഭൗതിക ദർശനങ്ങളാവട്ടെ, കേവലം പറഞ്ഞു പോകുക, അല്ലെങ്കിൽ ആ നിയമങ്ങൾ പുറപ്പെടുവിക്കുക, അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകി പോകുക മാത്രമാണ് ചെയ്തതെങ്കിൽ ഇസ്ലാം എന്താക്കിയിട്ടുണ്ട്? അത് നടപ്പിലാക്കി കാണിച്ചു. ഇതാണ് വ്യത്യാസം. മനസ്സിലായോ? മറ്റതെല്ലാം പറഞ്ഞുപോയി, കളവ് തെറ്റാണ്. എല്ലാ മതഗ്രന്ഥങ്ങളും നമ്മൾ എടുത്തു നോക്കുക, കളവ് തെറ്റാണ്. നമ്മൾ വിഷയത്തിലേക്ക് വരുമ്പോൾ ഞാനത് വിശദീകരിക്കാം. പക്ഷേ ഇസ്ലാം ആ കളവ് എങ്ങനെ നിർത്തലാക്കാം എന്ന് ഇസ്ലാം എന്ത് ചെയ്തു? അവിടെ നടപ്പിലാക്കി കാണിച്ചു തന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ അന്നത്തെ അറേബ്യയെ കുറിച്ചിട്ട് പിന്നെ 1823 ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വില്യം ഗിബ്ബൺ എന്ന് പറയുന്ന ഒരു വലിയ ഒരു വിശ്വവിഖ്യാതമായ ഒരു ചരിത്രകാരനുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വളരെ ഫേമസ് ആയിട്ട് ലോകത്ത് ഇന്നും അവൈലബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയാൽ കാണാം, ഒരു വലിയൊരു ബുക്കുണ്ട്, ഹിസ്റ്ററി ഓഫ് ഡിക്ലൈൻ, ദ റോൾ ഓഫ് റോമൻ എംപയർ എന്ന് പറഞ്ഞിട്ട്, ഫോൾ ഓഫ് റോമൻ എംപയർ എന്ന് പറഞ്ഞിട്ട് ആ പുസ്തകത്തിന്റെ പേര്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, അദ്ദേഹം ഒരു മുസ്ലിമോ ഒരു മുസ്ലിം സപ്പോർട്ടറോ ഒന്നുമല്ല, അന്ന് ഇസ്ലാമിന് അനുകൂലമായി പറയേണ്ടുന്ന ഒരു ലോക സാഹചര്യവുമില്ല. പക്ഷെ അദ്ദേഹം പറയാണ്, ഇത്രയും ഇരുണ്ട കാലഘട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തെ കേവലം 23 വർഷങ്ങൾ കൊണ്ട് മാറ്റിയ ചരിത്രം ലോക ചരിത്രത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലാതെ മറ്റാർക്കും ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നിരക്ഷരനായ, എഴുത്തും വായനയും അറിയാത്ത ഒരു പ്രവാചകൻ, ഒരു വ്യക്തിത്വത്തിന് എങ്ങനെ ഇത് സാധിച്ചു എന്നുള്ളത് ലോകത്തിന് തന്നെ മാതൃകയാണ്. എന്നാരാ പറയണത്? ഒരു അമുസ്ലിമായൊരു അയാൾ ചെയ്ത വർക്കിൽ വളരെ സത്യസന്ധനായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വരികയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക,
നമ്മളെല്ലാം ചിലപ്പം കേറണ്ട. അർണോൾഡ് ടോയംബി എന്ന് പറയുന്ന ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് വളരെ വിശ്വവിഖ്യാതമായ ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു വലിയ വ്യക്തിത്വമുണ്ട്. അദ്ദേഹം പറയാണ്, ലോകത്ത് മദ്യനയം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് രാഷ്ട്രങ്ങളിൽ പലപ്പോഴും മദ്യനയം കൊണ്ടുവന്നിട്ടുണ്ട്. മദ്യം നിർത്തലാക്കണം, മദ്യനിരോധന നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഈ മദ്യനിരോധനം നടപ്പിലാക്കി കാണിച്ചു തന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളെ ഈ വേർഡ് ഉണ്ടല്ലോ, നമ്മളെ ഹെഡിങ് പരിവർത്തനം. നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ് ഈ പരിവർത്തനം ഇസ്ലാമിലൂടെ എങ്ങനെ സംഭവിക്കുന്നത്? ഖുർആനിലൂടെ ഈ പരിവർത്തനം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഖുർആനിനെ അല്ലെങ്കിൽ ഇസ്ലാമിനെ ഇത്രയേറെ വിമർശിക്കപ്പെടാൻ കാരണം ആളുകളുടെ മനസ്സുകൾ മാറും. കാരണം ആ കാലഘട്ടത്തിൽ, ആ ജാഹിലിയ കാലഘട്ടത്തിനെ കുറിച്ച് പറയുക ചരിത്രകാരന്മാർ 3 W ഇട്ടുകൊണ്ടാണ്, വാർ, വൈൻ ആൻഡ് വുമൺ എന്നാണ്. ആ കാലഘട്ടത്തിൽ ഇത് 3 ഇല്ലാത്ത ഒന്നിനെ കുറിച്ചിട്ട് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ്. ഈ സമുദായത്തെയാണ് ഖുർആൻ സൂറത്തുൽ ആലു ഇമ്രാനിലൂടെ വിശേഷിപ്പിക്കുന്നത്, നിങ്ങളാണ് ഏറ്റവും ഉത്തമമായ സമുദായം. ഖൈറ ഉമ്മ ഉഖ്രിജതു ലിന്നാസി തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങളാണ് ഈ ലോകത്തിന് മാതൃകാപരമായ ഏറ്റവും ഉന്നതമായ സമൂഹം. നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. റസൂല് പറയാണ്, നേരത്തെ തന്നെ ഇപ്പം മദ്യനയം മാത്രം എടുക്കുക നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തന്നെ വന്നിട്ട് മദ്യം നിങ്ങൾ നാളെ മുതൽ കള്ള് കുടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആരും കുടിക്കാതിരിക്കുകയില്ലായിരുന്നു. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെയ്തത് ഏകനായ ദൈവത്തെ, ആ വിശ്വാസം അവരുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിച്ചു കൊടുത്തു. തൗഹീദ് എന്ന് പറയും നമ്മൾ. ആ തൗഹീദ് എന്ത് ചെയ്തത്? ഇങ്ങനൊരു ദൈവമുണ്ട്, ഇങ്ങനൊരു ഏകനായ ദൈവത്തിന്റെ വിശ്വാസം അവരുടെ മനസ്സിൽ ഇറക്കി കൊടുത്തു. പരലോക ചിന്ത അവരുടെ മനസ്സിൽ ഇട്ടുകൊടുത്തു. നാളെ മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന ബോധ്യം അവർക്ക് വന്നു കൊടുത്തു. ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 219-ാമത്തെ വചനത്തിൽ കാണാം, നിങ്ങൾ നമസ്കാര സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ മദ്യപാനത്തിൽ നിന്ന് മാറാൻ തയ്യാറല്ലയോ എന്ന ചോദ്യം. അതായിരുന്നു ഫസ്റ്റ് ആയത്ത്. അതിനുശേഷം കാലങ്ങൾ കഴിഞ്ഞു, അവർ വീണ്ടും തൗഹീദിലും ആഖിറത്തിലും റിസാലത്തിലുമെല്ലാം കൂടുതൽ വിഷയങ്ങൾ പഠിച്ചു. ആ ജനതയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പതുക്കെ ഇങ്ങനെ പൊക്കി കൊണ്ടുവന്നു, വിശ്വാസപരമായി, സാംസ്കാരികപരമായി. അതിനുശേഷം സൂറത്തുൽ മാഇദയിലെ 90-ാമത്തെ വചനം വെച്ചു, യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ മദ്യപാനത്തിൽ നിന്നും, നിങ്ങൾ വിഗ്രഹാരാധനയിൽ നിന്നും, ചൂതാട്ടത്തിൽ നിന്നും, അമ്പെയ്ത്ത് ശകുനം വെച്ച് നോക്കുന്ന അമ്പെയ്ത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കൂ. അതൊക്കെ റിജ്സും മിൻ അമലി ശൈത്താൻ. ഖംർ എന്ന് പറയുന്ന പദം സത്യത്തിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ പദത്തെ കുറിച്ച് പറഞ്ഞ, നമ്മളെ ബുദ്ധിയെ മറപ്പിച്ച് കളയുക, ബുദ്ധിയെ മറച്ചു വെച്ച് കളയുക എന്നുള്ളതാണ് ഇതിന് വളരെ കുറച്ചും കൂടെ ആപ്റ്റായിട്ട് നമുക്ക് മലയാളീകരിക്കാൻ പറ്റുന്ന ഒരു പദം. ഖംർ എന്ന് പറയുന്ന പദത്തിന് ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചലഞ്ചാണ് എന്ത്? ലഹരി എന്ന് പറയുന്നത്, അല്ലെ? നമ്മുടെ മക്കളെ എല്ലാം അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഏറ്റവും അധികം നാട്ടിൽ വരുന്ന ചർച്ചകൾ, ഈ അടുത്ത നാട്ടിൽ നടന്ന കൊലപാതകങ്ങൾ, എന്റെ തൊട്ടടുത്ത പ്രദേശമായ താമരശ്ശേരിയിൽ നടന്നൊരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാം പത്രത്തിലൂടെ വായിച്ചതാണ്. എവിടെ, എങ്ങനെ കിട്ടുന്നു? നാട്ടിൽ നിയമസഭയിൽ നിങ്ങൾ ദിവസവും കാണുന്നുണ്ടാവും, എല്ലാ ദിവസവും ഓരോരുത്തരായിട്ട് എണീറ്റ് ആഭ്യന്തര വകുപ്പിന് നേരെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളാണ്. നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതിനേക്കാൾ അപ്പുറത്തേക്ക് പോയോ എന്നുള്ളതാണ് നാട്ടിൽ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ നിലവിലുള്ള ഡി അഡിക്ഷൻ സെന്ററുകൾ പോലെ ഈ വേൾഡ് ലെവലിൽ ഈ മദ്യപാനാസക്തി കുറക്കുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പ് എന്നാണ് അതിനെ കൊണ്ട് പറയുക, AA എന്ന് പറയും. അവരുടെ അതായത് മദ്യപാനത്തിൽ നിന്നും വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആ അസോസിയേഷനിൽ കൂടിയാൽ അവരുടേതായ കുറെ ഫോർമാലിറ്റികളും ഡി അഡിക്ഷൻ സെന്ററുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മുടെ നാട്ടിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പം ഈ സംഭവം അവരുടെ ഒരു സിസ്റ്റം വെച്ച് നോക്കുകയാണെങ്കിൽ അവരെങ്ങനെയാണ് തീർത്തും സ്ഥിരമായി മദ്യപാനിയായ ഒരാളെ മാറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയ അതേ സിസ്റ്റം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരാൾ ഒറ്റയടിക്ക് അങ്ങോട്ട് മാറ്റല്ല. അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ എണീച്ചിട്ട് അവരെ കൊണ്ട് നിയ്യത്ത് വെപ്പിക്കും, അതായത് പ്രതിജ്ഞ എടുപ്പിക്കും, ഇന്ന് ഞാൻ കുടിക്കില്ല, ഇന്ന് ഞാൻ മദ്യപിക്കില്ല. അങ്ങനെ ഓരോ ദിവസവും ആ പ്രതിജ്ഞ എന്താക്കും? പുതുക്കി കൊണ്ടുവരും. ഇതിന്റെ ഇടക്ക് അവർ തന്നെ പറയും, ഇടക്ക് ഒന്ന് കുടിച്ചു പോയി എന്ന് വിചാരിച്ചിട്ട് വീട്ടുകാർ ബഹളം വെക്കണ്ട.
പക്ഷേ അയാൾ എന്താവും, അതിൽ നിന്ന് മാറും ക്രമേണ. അങ്ങനെയാണത്രേ ബഹുഭൂരിഭാഗം ആ മെമ്പേഴ്സ്, ആ അസോസിയേഷനിലുള്ള ആളുകൾ കുടി മാറ്റിയത്, മദ്യപാനം മാറ്റിയത്. നമ്മൾ ആലോചിച്ച് നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നടപ്പിലാക്കി. അതായത് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ പറയുന്നത് ഈ രീതിയിലാണ് ഒരു സ്ഥിരം മദ്യപാനിയായ ആളുകൾ അവരുടെ കുടി മദ്യപാനം മാറ്റാൻ കഴിയുകയുള്ളൂ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയ അതേ രീതി. അപ്പം ഇതാണ് പരിവർത്തനം എന്ന് പറയുന്നത്. അത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നടപ്പിലാക്കിയ രീതിയിലാണ് പലതും. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ക്വാറന്റൈൻ എന്ന് പറയുന്ന പദം പോലും നമുക്ക് പുതിയതായിരുന്നു. പക്ഷേ അറബിയിൽ അതിന് പോലും പദണ്ടായിരുന്നു. കാരണം അക്കാലഘട്ടത്ത് ക്വാറന്റൈൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കി കാണിച്ചു തന്നിട്ടുണ്ട്. മദീനയിൽ അടുത്ത് പ്ലേഗ് വന്ന സമയത്ത് ഇതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം ലൈവായിട്ട് ഇങ്ങനെ നിൽക്കുന്ന മതമാണ്. ഇസ്ലാം കൊണ്ടുവന്ന നിയമങ്ങൾ മാനുഷികമാണ്, ധാർമ്മികമാണ്, പ്രകൃതിപരമാണ് എന്നുള്ളതാണ്. ഇസ്ലാമിന് നേരെ ഇത്രയേറെ വിമർശനങ്ങൾ കൊണ്ടുവരാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഉള്ള പ്രശ്നം. അവരതിനു വേണ്ടി തയ്യാറാകുന്നത് ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ട്. അതാണ് ഈ പരിവർത്തനം എന്നുള്ളത് കൊണ്ടുവരുന്നത്. ഇസ്ലാമിന്റെ മറ്റൊരു പോയിന്റ് കൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് ഒരു ചെറിയ ഉദാഹരണം കൂടെ. ഇസ്ലാമിലെ സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി എന്ന് പറയുന്ന സംഭവം, ഞാനത് പറയാൻ കാരണം നമുക്ക് പെട്ടെന്ന് റിലേറ്റഡ് ആവുമല്ലോ. പെട്ടെന്ന് നമുക്ക് റിലേറ്റഡ് ആവുന്നല്ലോ. നമ്മളെല്ലാം സോഷ്യൽ ഇൻജസ്റ്റിസ് ഫീൽ ചെയ്ത ആളുകളാണ്, അല്ലേ? സാമൂഹികമായ ഒരു അനീതിക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ടോ നമ്മൾ? ഇങ്ങനെ ആലോചിക്ക് ബുദ്ധിമുട്ടണ്ട. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. എപ്പോഴെങ്കിലൊക്കെ നമ്മള് നാട്ടിൽ കൈമടക്ക്, കൈക്കൂലി എന്നെല്ലാം പറയുന്ന സംഭവമില്ലേ, കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ഓരോന്നിനും കൊടുത്തിട്ടുണ്ടാവും. വാസ്ത വെച്ചിട്ടുണ്ടാവും. കുവൈത്തിലാണ്, നമ്മൾ കേരളത്തിലാണ്. ഇന്ത്യയിലെ പാർലമെന്റ് മുതൽ താഴങ്ങ് വരുന്ന എന്താ പറയാ പഞ്ചായത്ത് ഓഫീസിൽ പോലും അഴിമതിയിൽ മുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ടാണ് 42 കോടി ജനങ്ങൾ ഇന്ത്യയിൽ പട്ടിണി കിടക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിന്റെ കാരണങ്ങളിൽ ഒന്ന് പറഞ്ഞത് ഇന്ത്യയിൽ ഇത്രയേറെ അഴിമതി നടക്കുന്ന ഒരു രാജ്യമായത് കൊണ്ടാണെന്നാണ്. ഇന്ത്യയിലെ സമ്പത്തില്ലാത്തത് കൊണ്ടോ വിഭവങ്ങളില്ലാത്തത് കൊണ്ടോ അല്ല എന്നുള്ളത് കൂടെ അതിനോട് ചേർത്ത് വെക്കണം. മറിച്ച് എന്താണ്, ഇത്രയേറെ അഴിമതി നടക്കുന്നൊരു രാജ്യമായത് കൊണ്ടാണ്. നമ്മളല്ല പറയുന്നത്, ഇതൊരു മുസ്ലിം റിപ്പോർട്ടൊന്നും അല്ല. ഒരു US നിന്ന് പ്രസിദ്ധീകരിച്ച ഇന്ത്യയിലെ സോഷ്യൽ നീതിന്യായ വകുപ്പ് പുറത്തിറക്കിയ റിപ്പോർട്ടുകൾ ഉള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ സോഷ്യൽ ജസ്റ്റിസ് നമ്മളിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. വാസ്തു വെക്കേണ്ട വന്നിട്ടുണ്ടല്ലോ, ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ആരോടും ചോദിക്കേണ്ട, കൈവന്തിക്കാൻ പറയുന്നില്ല, എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരൊറ്റ സംഭവം മാത്രം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു ബനു മക്തൂം ഗോത്രത്തിലുള്ള ഒരു സ്ത്രീ കളവ് ചെയ്തു, ഒരു സാധനം മോഷ്ടിച്ചു. അപ്പോ എല്ലാരും കൂടെ ഉന്നത കുലമാണ്, ആ കാലഘട്ടത്തിലെ ഉന്നത കുലമാണ്. ഈ സ്ത്രീയുടെ ഗോത്രം എന്ന് പറയുന്നത് കുറച്ച് വലിയ ഇതാണ്. സയ്യിദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, റസൂലിനോടൊന്ന് പറയണം, ഒന്ന് സംസാരിക്കണം. കാരണം ഈ സ്ത്രീ വലിയൊരു ഗോത്രത്തിൽപ്പെട്ടതാണ്. ആ സമൂഹത്തിന്, ആ ഗോത്രത്തിന് അതൊരു വലിയ മോശമാണ്, നിങ്ങളൊന്ന് സംസാരിക്കണം. ആദ്യം സഹാബി പറഞ്ഞു, പാടില്ല, എനിക്ക് പ്രയാസമാണ്. കാരണം എന്താണ്, റസൂലാണ്, കേൾക്കില്ല എന്ന് പറഞ്ഞു. ശരി, അദ്ദേഹം ഇഷ്ടമില്ലാഞ്ഞിട്ടും റസൂലിനോട് പോയി അവതരിപ്പിച്ചു. റസൂലേ, ഇതാണ് സംഭവം. റസൂലിന്റെ ലൈഫിൽ യുദ്ധരംഗത്തോ അല്ലെങ്കിൽ മിമ്പറിന്റെ മുകളിലോ അല്ലാതെ റസൂല് വല്ലാതെ ദേഷ്യപ്പെട്ട രംഗങ്ങൾ അപൂർവമാണ്. അതിൽ ഒന്ന് റസൂലിന്റെ ചരിത്രത്തിൽ പറയുന്ന ഒരു രംഗം ഇതായിരുന്നു. റസൂലിന്റെ കണ്ണുകൾ ചുവന്നു, റസൂലിന്റെ മുഖം ചുവന്നു തുടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പർമ കയറി പറഞ്ഞു, നിങ്ങൾക്ക് മുൻപുള്ള സമൂഹങ്ങളെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞത് ഇത്തരം നടപടിക്രമങ്ങൾ കൊണ്ടാണ്. എന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ അവളുടെ കൈ ഞാൻ മുറിച്ചു കളയും. റസൂലാണ് പറയുന്നത് ചെയ്യുന്ന വ്യക്തിത്വമാണ്, എല്ലാവർക്കും അറിയാം. ആരും പിന്നെ ഒന്നും വേണ്ടിയില്ല. ആ സംഭവം അതുപോലെ പോയി. ഞാൻ പറയുന്നത് അതൊരു പുതിയ അനുഭവമായിരുന്നു. ആ അറബികൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഗോത്രത്തെ അത്രയേറെ ഒരു ഗോത്രത്തിന് വേണ്ടി പതിറ്റാണ്ടുകളോളം യുദ്ധം ചെയ്ത ആ ഗോത്രത്തിന്, ആ അറേബ്യക്ക്, ആ അറബികൾക്ക് ഇതൊരു പുതിയ അനുഭവമായിരുന്നു. സ്വന്തം കുലത്തിൽപ്പെട്ട, സ്വന്തം ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് ആണെങ്കിൽ പോലും ഒരു രീതിയിലും അവൾ ചെയ്തത് അനീതിയാണെങ്കിൽ ഒരു രീതിയിലെയും പരിരക്ഷ ഇസ്ലാമിക സമൂഹത്തിൽ അവൾക്കില്ല എന്ന ബോധ്യം അവരെ പിടിച്ചു വലച്ചു കളഞ്ഞു. നമ്മൾ ആലോചിച്ചു നോക്കുക, ഉമർ റളിയല്ലാഹു അൻഹു
ഇസ്ലാമിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപുള്ള ജീവിതം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അദ്ദേഹം ചന്തയിലേക്ക്, അങ്ങാടിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഭയം കൊണ്ട് ആളുകൾ എഴുന്നേറ്റ് നിന്നിരുന്നു. അദ്ദേഹം നല്ല ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തിത്വമാണ് ഉമർ റളിയല്ലാഹു അൻഹു. ആളുകൾ എഴുന്നേറ്റ് നിന്നിരുന്നു അദ്ദേഹത്തെ ഭയം കൊണ്ട്. ചിലപ്പോൾ ഉപദ്രവിച്ചു കളയും. അദ്ദേഹത്തെ ഏറ്റവും ധീരനായ യോദ്ധാവായി, ഒരു നല്ല പടയാളിയായി അവിടുത്തെ ആളുകൾ കണ്ടിരുന്നു. നല്ലൊരു എന്താ പറയാ, എല്ലാ രീതിയിലും വളരെ യോദ്ധാവായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ പേടിച്ചിരുന്നു ആളുകൾ. ഇസ്ലാമിലേക്ക് അദ്ദേഹം വന്നു. സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. അദ്ദേഹം വന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടുന്നതിന് മുൻപേ ഇസ്ലാം ഉള്ളിൽ കയറിയ മനുഷ്യനാണ് ഉമർ റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? അദ്ദേഹം കേട്ടത് ഖുർആനിലെ വചനങ്ങളാണ്. അതാണ് നമ്മൾ പറഞ്ഞത്, പരിവർത്തനം ഖുർആനിലൂടെ. ഖുർആൻ ഉണ്ടാക്കിയ മാറ്റമായിരുന്നു അത്. ഒരുപാട് സഹാബികളുണ്ട്. നമുക്ക് പെട്ടെന്ന് നമ്മൾ കേൾക്കുന്ന സഹാബി എന്നുള്ള നിലക്ക് ഉമർ റളിയല്ലാഹു അൻഹു എടുക്കുക. ഈ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം എടുക്കുക നമ്മൾ. ഉമർ റളിയല്ലാഹു അൻഹു അതുവരെ റസൂലിന്റെ കീഴിൽ ജീവിച്ചു, ഇസ്ലാമിനെ പുൽകി, ഇസ്ലാം അനുസരിച്ച് ജീവിച്ചു. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് ഒരു ബൈത്തുൽ മാലിൽ നിന്നുള്ള വസ്തുക്കൾ എല്ലാവർക്കും ഓതി വെച്ചു കൊടുത്തു. അതിൽ വസ്ത്രങ്ങളും ഉണ്ടായിരുന്നു, വസ്ത്രത്തുണികളും ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു സഭയിലേക്ക് കയറി വരുന്നു. അദ്ദേഹം 19 രാഷ്ട്രങ്ങളുടെ ഭരണത്തലവനാണ്. നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ വലിയ യോദ്ധാവാണ്, അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. ഇപ്പം ഭരണാധികാരിയാണ്, ഖലീഫയാണ്, എല്ലാ ശക്തിയുമുണ്ട്. ഏറ്റവും പവർഫുള്ളായി നിൽക്കുന്ന വ്യക്തിത്വമാണ് ആ കാലഘട്ടത്തിൽ. ലോകത്തെ ഏറ്റവും പവർഫുള്ളായി നിൽക്കുന്ന വ്യക്തിത്വങ്ങളിൽ ഒന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു കയറി വന്നപ്പോ അദ്ദേഹത്തിന്റെ വസ്ത്രം നോക്കി ഒരു സഹാബി എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, ഉമർ, നിങ്ങൾക്ക് എവിടുന്നാണ് ഇത്രയും നീളമുള്ള വസ്ത്രം ധരിക്കാനുള്ള തുണി കിട്ടിയത്? ഇന്നലെ നിങ്ങൾ കൊണ്ടുപോയ തുണി ഇത്ര നീളത്തിലുള്ള തുണി അല്ല, നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? നമ്മൾ ആലോചിക്കുക, ആരോടാ ചോദിക്കുന്നത്? ഈ ഒരു ഭരണാധികാരി, ഒരു ചെറിയൊരു ഭരണാധികാരി അല്ല, നമ്മൾ മനസ്സിലാക്കണം. അത്രയേറെ പവർഫുൾ ആയിട്ടുള്ള ഒരു വലിയ സൈന്യത്തിന്റെ ഭരണാധികാരിയോട് നിന്നിട്ട് ചോദിക്കാണ് ഒരു സാധാരണ പൗരൻ, ഈ വസ്ത്രത്തിന്റെ തുണി നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഉമർ റളിയല്ലാഹു അൻഹു തല കുനിച്ചിങ്ങനെ നിന്നു. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എനിക്ക് കിട്ടിയ തുണിയിൽ നിന്നൊരല്പം ഞാൻ എൻ്റെ പിതാവിന് കൊടുത്തിട്ടാണ് അത്ര നീളമുള്ള കുപ്പായം അദ്ദേഹം തയ്ച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ തുണി കൊണ്ട് അത് മതിയാവില്ലായിരുന്നു അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ. നമ്മൾ ആലോചിക്കുക, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞാൽ തീരില്ല. ഇങ്ങനെ നിന്ന് പറഞ്ഞു. നമ്മൾ ഒരുപാട് ഇങ്ങനെ പറയുന്നതനുസരിച്ച് ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ വരും, അല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. ഭരണാധിപനായി ജീവിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് മുൻപിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സന്ദർഭങ്ങൾ. എങ്ങനെ ഇത്രയും ശക്തവാനായ ഉമർ ഇങ്ങനെ മാറി? എങ്ങനെ? അദ്ദേഹത്തിന്റെ സഹോദരി പറയുന്ന ഒരു രംഗമുണ്ട്, ഖുർആൻ വായിച്ചപ്പോൾ അദ്ദേഹം ഏങ്ങി കരഞ്ഞതിരുന്ന പോലെ ഞാൻ അതിന് മുമ്പ് കരയുന്നത് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഇസ്ലാം ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ. നമ്മൾ ആലോചിക്കുക, അത് അന്ന് മാത്രമാണ്. ഇന്ന് ഈ കാലഘട്ടത്തിലേക്ക് വരിക. അതിനുശേഷം ഒരുപാട് ഹിസ്റ്ററികൾ ഇസ്ലാമിലുണ്ട്. ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലേക്ക് എടുക്കുക. 1935 മരണപ്പെട്ടു പോയ മുഹമ്മദ് മാർമറ്റ്യൂക്ക് പിക്താൾ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമുണ്ട്. ഇന്ന് ഇംഗ്ലീഷ് ഖുർആൻ ട്രാൻസ്ലേഷനിൽ, തഫ്സീറിൽ ലോകത്ത് ഏറ്റവും അധികം വിറ്റയിക്കപ്പെടുന്ന രണ്ടാമത്തെ ഖുർആൻ ഇദ്ദേഹത്തിൻ്റെതാണ്. മാർമറ്റ്യൂക്കിന്റെ ഖുർആൻ തഫ്സീറാണ്. നിങ്ങൾക്ക് ഗൂഗിൾ പോയി ചെയ്ത് നോക്കിയാൽ കാണാം. അദ്ദേഹം ഒരു ക്രിസ്ത്യാനി ആയിരുന്നു, ഒരു ഓറിയന്റലിസ്റ്റ് ആയിരുന്നു, ഇസ്ലാമിക വിമർശകനായിരുന്നു, ഇംഗ്ലണ്ടിൽ ജീവിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി, ഖുർആനിനെ വിമർശിക്കാൻ വേണ്ടി അദ്ദേഹം അറബി ഭാഷ പഠിച്ചു. ഇംഗ്ലീഷുകാരനായ അദ്ദേഹം അറബി ഭാഷയിലെ അഗ്രഗണ്യം നേടി. എന്നിട്ട് അഗ്രഗണ്യനായിക്കൊണ്ട് അദ്ദേഹം ഖുർആൻ എടുത്ത് ഖുർആനിനെ വിമർശിക്കാൻ വേണ്ടി ഖുർആൻ പദങ്ങൾ ഉപയോഗിച്ച് ഖുർആനിനെ തിരുത്താനും വിമർശിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായി. അദ്ദേഹം ബുക്ക് എടുത്ത് എഴുതാൻ തുടങ്ങി. ഒരുപാട് ഭാഗങ്ങൾ അദ്ദേഹം എഴുതി കഴിഞ്ഞു. ഖുർആനെ വിമർശിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് അദ്ദേഹം തന്നെ തിരിച്ചിത് വായിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ട പോലെ, ഞാനെന്ത് പൊട്ടത്തരായി എഴുതുന്നത്, ഞാനെന്ത് കാര്യങ്ങളായി എഴുതുന്നത്. അദ്ദേഹം പിന്നീട് ചെയ്തത് ഈ ഖുർആന്റെ തഫ്സീർ എഴുതി ലോകത്ത് അത് സെല്ല് ചെയ്യാൻ തുടങ്ങിയതാ. അത് പിന്നീട് അദ്ദേഹം ഒരു യഥാർത്ഥ മുസ്ലിമായാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ലോകത്ത് അദ്ദേഹത്തിന്റെ തഫ്സീർ ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു.
ഈ ആധുനിക കാലഘട്ടത്തിൽ ഞാൻ മറ്റൊരു വ്യക്തിത്വത്തെ കൂടെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി. അദ്ദേഹത്തിന്റെ പേര് ജൊനാഥൻ എ.സി. ബ്രൗൺ എന്നാണ്. ഇന്ന് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ തമീം ട്രസ്റ്റിന്റെ ഹെഡാണ് അദ്ദേഹം. ന്യൂജേഴ്സി യൂണിവേഴ്സിറ്റി, ജോർജിയ യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡാണ് അദ്ദേഹം. കുവൈത്തുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം, അദ്ദേഹത്തിന്റെ ഭാര്യ വീട് കുവൈത്തിലാണ്. അദ്ദേഹം ഇന്നും അവിടെ അമേരിക്കയിലെ ഇസ്ലാമിക് സ്കോളറാണ്. അദ്ദേഹം തൻ്റെ PhD പൂർത്തീകരിക്കാൻ വേണ്ടി അദ്ദേഹം എളുപ്പത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത് ഹദീസിന്റെ സനദുകൾ എങ്ങനെ എന്നുള്ളത് വിഷയമായിരുന്നു. ഹദീസിന്റെ അത് അവതരിപ്പിച്ച രൂപം, ഹദീസ് എങ്ങനെ നമുക്ക് കിട്ടി എന്നുള്ളതിന്റെ അത് കൈമാറ്റം ചെയ്ത് വന്ന രൂപം പഠിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായി. അദ്ദേഹം എന്ത് ചെയ്തു? ആ ഭാഗം തിരഞ്ഞെടുത്തുകൊണ്ടെടുത്തു. കാരണം അദ്ദേഹം അതിന് പറയുന്നത്, ഞാൻ എളുപ്പത്തിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാലോ, എൻ്റെ PhD പെട്ടെന്നാക്കാലോ, ഒരു ഡോക്ടറേറ്റ് കിട്ടിയാൽ മതി എന്ന രീതിയിൽ ഞാൻ വളരെ പെട്ടെന്ന് തീർക്കാം എന്നൊക്കെയുള്ള കരുതി ഞാൻ ഇതെടുത്തു. ഇതിനെക്കുറിച്ച് ഞാൻ പഠിച്ച് വന്നപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ആധുനിക രീതിയിൽ പോലും ഇത്രയും കർക്കശമായി, ഇത്രയും കറക്റ്റായി ഒരു സനത് കിട്ടുന്ന രൂപം, ഒരു കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതി ലോകത്ത് ഉണ്ടായിട്ടില്ല. അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും അദ്ദേഹം ഇന്ന് നല്ലൊരു ഇസ്ലാമിക് സ്കോളറായി ജീവിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ കുവൈത്തുകാരിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ലോകത്ത് ഇത്രയേറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് സഹോദരങ്ങളെ. ഇതൊക്കെ മറ്റുള്ള ആളുകളാണ്. ഇനി നമ്മളുടെ ഉള്ളിലേക്ക് വരാം. നമുക്ക് എന്ത് മാറ്റങ്ങൾ ഉണ്ടായി? നമ്മുടെ സംസാരത്തിന്റെ തുടക്കത്തിൽ ഇവിടുന്ന് ഒരാൾ ഉത്തരം പറഞ്ഞല്ലോ, ആലോചിച്ചിട്ടില്ല. ആലോചിക്കണം. ഖുർആന്റെ മാസമാണ് റമദാൻ. ആലോചിക്കണം. നമ്മൾ എന്ത് ഉദരനാള് അള്ളാഹുവിന്റെ മുമ്പിൽ പറയും? ഇവിടെ ഖുർആൻ ക്ലാസ് നടക്കുന്ന ഏരിയയാണിത്. ഇവിടെ ഓൺലൈനിൽ ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ട്. ഇസ്ലാഹി സെന്ററിന്റെ 50ഓളം ഖുർആൻ ക്ലാസ്സുകൾ കുവൈത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഏതെങ്കിലും ഒരു ഖുർആൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ നിയ്യത്ത് വെച്ചുകൊണ്ട് പുറത്തിറങ്ങുക. ആ ഖുർആൻ ക്ലാസ്സിൽ ഈ റമദാനിന് ശേഷം ജോയിൻ ചെയ്യുക. നമ്മൾ ഖുർആന്റെ പഠിതാക്കളാകുക, അത് ജീവിതത്തിൽ പകർത്തുന്ന ആളുകളാവുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.